ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്നൊരു പുതിയ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മളെല്ലാവരും നമ്മുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഒരുപാടധികം ആശങ്കപ്പെടുന്ന ആൾക്കാരാണ്. നമ്മളിലൊരു ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഭാവിയെക്കുറിച്ച് പ്ലാനിങ്ങുകളൊക്കെ ചെയ്യാം, നമുക്ക് ഓരോ കാര്യങ്ങളും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നിൽ കാണാം. പക്ഷേ ഭാവിയെക്കുറിച്ച് ഒരുപാട് ആശങ്കപ്പെടുന്നത് ഒരിക്കലും നല്ലതല്ല. കാരണം ഇന്ന് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ ഈ ഒരു ആശയത്തെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വളരെ ഒരു ചെറിയ കഥയാണ്, പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആശയം വളരെ വലുതാണ്. അപ്പൊ നമുക്ക് അധികം താമസിപ്പിക്കാതെ ഭഗവാൻ ഗോവിന്ദനെ സ്മരിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. ഒരു കാട്ടില് ഒരിക്കലും ഒരു പെൺമാൻ ഉണ്ടായിരുന്നു. ആ പെൺമാൻ ഗർഭിണിയായിരുന്നു. മാത്രമല്ല പ്രസവത്തിനോട് വളരെ അടുത്ത് നിൽക്കുകയായിരുന്നു. അതായത് പ്രസവ വേദന ചെറിയ രീതിയിലൊക്കെ വന്ന് തുടങ്ങുകയായിരുന്നു. അപ്പോൾ ഈ പെൺമാൻ എന്താണ് ചെയ്യുന്നത്? ഒരു കറക്റ്റായ ഒരു സ്ഥലം, അനുയോജ്യമായ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കണം. അതായത് പ്രസവിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ കുറേ ദൂരം നടന്നതിന് ശേഷം ഒരു നദിക്കരയിൽ പ്രസവിക്കാം, അതിൻ്റെ കുഞ്ഞിന് ജന്മം നൽകാം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് ആ പെൺമാൻ. അപ്പം അങ്ങനെ ആ നദിക്കരയിൽ മെല്ലെ കടന്നു പ്രസവിക്കാനായിട്ട് ഇങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ തന്നെത്താനെ നടത്താനായിട്ട് തുടങ്ങി. ഇങ്ങനെ പ്രസവിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് ആ പെൺമാൻ ആ ഒരു സ്ഥലത്തിൻ്റെ 4 ദിക്കിലേക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിക്കിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് എന്താണ് കാണുന്നത്? ദൂരെ നിന്ന് കാട്ടുതീ ഇങ്ങനെ മെല്ലെ മെല്ലെ അടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അതായത് കാടിന്റെ തീ ഇങ്ങനെ കാടിന് ഒരു വശത്ത് തീ പിടിച്ച് അത് മെല്ലെ മെല്ലെ ഈ ഒരു നദിക്കരയിൽ, അതായത് ഈ പെൺമാൻ കിടക്കുന്ന നദിക്കരയിലേക്ക് മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കാടിന്റെ വേറെ വശത്തിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ് കാണുന്നത്? ദൂരെ നിന്ന് ഒരു വേടന്റെ ഒരു അമ്പിന്റെ ശബ്ദം, അതായത് ആ ബാണം ഇങ്ങനെ വലിക്കുന്നതിന്റെ, ഞാൻ വലിക്കുന്നതിന്റെയും ഞാൻ കെട്ടുന്നതിന്റെ ഒക്കെ ഒരു ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ഈ പെൺമാനിനെ മനസ്സിലാവുകയാണ് ഒരു വേടൻ അവിടെ നിൽക്കുന്നുണ്ട് എന്നും ഈ മാനിനെ ഉന്നം വെച്ചിട്ട് ഒരു അമ്പ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഈ പെൺമാനിന് മനസ്സിലാവുകയാണ്. മാത്രമല്ല വേറൊരു ദിക്കിലേക്ക് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഈ പെൺമാനിനെ തിന്നാനായിട്ട്, അതിൻ്റെ മണം അടിച്ച് അതിനെ തിന്നാനായിട്ട്, അതിനെ ഇരയാക്കാനായിട്ട് ഒരു സിംഹം നിൽക്കുന്നുണ്ട്. അതായത് ഒരു സിംഹം ഇങ്ങനെ അടുത്തടുത്ത് എത്തുന്നതായിട്ട് ആ സിംഹത്തിൻ്റെ ആ കാൽപ്പര്യമാറ്റം കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഇത്രയും കാണുകയാണ് പെൺമാൻ. മറ്റൊരു ദിക്കിലേക്ക് നോക്കുമ്പോഴോ ഒരു നദിക്കരയാണ്. അപ്പൊ ഇത്രയാണ് ആ ഒരു സമയത്ത് അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്. ഒട്ടും ഒരു സ്ത്രീയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മൃഗത്തെ സംബന്ധിച്ച് പ്രസവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും അവിടെ ഇല്ല. അവിടെ പക്ഷേ ഈ ഒരു വേദന വന്ന് ഈ ഒരു ശ്രമം നടത്തുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ ഒരുമിച്ച് സംഭവിക്കുന്നത്. അതുവരെ അവിടെ എല്ലാം ശാന്തമായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഈ പ്രസവത്തിനോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഈ മാനിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കുറച്ചു സമയത്തേക്ക് ആ മാൻ വളരെയധികം ആശങ്കപ്പെട്ടു. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല, തൻ്റെ ജീവൻ എങ്ങനെ നിലനിർത്തണം എന്നറിയില്ല. കാരണം തൻ്റെ ജീവനേക്കാളിലും തൻ്റെ ഉള്ളിൽ ഒരു ജീവൻ തുടിക്കുന്നുണ്ട്. ആ ജീവനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ആ ജീവനെ നിലനിർത്താനെങ്കിലും സാധിക്കുമോ ഒന്നും അറിയില്ല. കാരണം ഏത് ദിക്കിലേക്ക് പോയാലും മരണം സുനിശ്ചിതമാണ്, എങ്ങോട്ടും രക്ഷപ്പെടാനുള്ള യാതൊരു മാർഗ്ഗമില്ല. പക്ഷെ അപ്പോൾ എന്താണ് ചെയ്യുക എന്നറിയാതെ വളരെയധികം ആശങ്കപ്പെട്ടും ഭയപ്പെട്ടും ഇരിക്കുകയായിരുന്നു ആ മാൻ. പക്ഷേ ഇവിടെയാണെങ്കിലോ മറ്റൊരു സൈഡിലാണെങ്കിൽ ഇവിടെ പ്രസവ വേദന വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ കുഞ്ഞു ജീവൻ പുറത്തെത്താനുള്ള എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ മാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്നാൽ സ്വയം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ തൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ആ കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളതാണ്. തൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം അതാണ്. താനിപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അറ്റ് ദ മൊമെന്റിൽ, ആ ഒരു സമയത്ത് ആ മാൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളതാണ്. കാരണം അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തു തീർക്കേണ്ട കർമ്മം. പക്ഷേ ഇവിടെ മറ്റൊന്നിനും ഒരു സ്ഥാനമില്ല. കാരണം സിറ്റുവേഷൻസ് ഒക്കെ എത്ര മോശമാണെങ്കിൽ പോലും ഇപ്പോൾ താൻ ചെയ്യേണ്ട കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പോൾ മാൻ വിചാരിച്ചു ബാക്കിയെല്ലാം ഭഗവാനെ വിട്ടുകൊടുക്കാം, വരുന്നത് പോലെ വരട്ടെ. ഈ സമയത്ത് ചെയ്യേണ്ട കർമ്മത്തിനെ അത് നിർവഹിക്കുക. അതിനുശേഷം വരുന്ന കാര്യങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാം. അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നീട് നോക്കാം എന്നുള്ളൊരു രീതിയിൽ മാൻ അവിടെ കടന്ന സ്ഥലത്ത് തന്നെ കടന്ന് ആ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യം, അതായത് പ്രസവിക്കുക എന്ന് പറയുന്ന ആ കർത്തവ്യം
നിർവഹിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. ഇതൊക്കെ മാൻ വിചാരിക്കുമ്പോഴും അവിടുത്തെ അന്തരീക്ഷം വളരെ മോശമായി വരികയാണ്. അതായത് വളരെയധികം രൂക്ഷമായി കാർമേഘങ്ങൾ ഉരുണ്ട് കയറുകയാണ്. മാത്രമല്ല ആ ഒരു സമയത്ത് പ്രകൃതി അങ്ങനെ അന്ധകാരത്തിലേക്ക് പോവുകയാണ്. ആ ഒരു മാനിനെ പ്രസവിക്കുന്ന സമയത്തും വളരെയധികം കഷ്ടതകൾ നേരിടേണ്ടി വന്നു. പക്ഷേ അതെല്ലാം ഭഗവാന് വിട്ടുകൊടുത്ത് ആ ഒരു സമയത്ത് ആ മാൻ ചെയ്യേണ്ട കർത്തവ്യം വളരെ മനോഹരമായി ചെയ്യുകയാണ്. അങ്ങനെ കാർമേഘങ്ങളെല്ലാം ഉരുണ്ട് കയറുന്നുണ്ട്. മാൻ ഇവിടെ പ്രസവിക്കുന്നുണ്ട്. ഒരു ദിക്കിൽ നിന്ന് കാട്ടുതീ മെല്ലെ വരുന്നുണ്ട്. അടുത്ത ദിക്കിൽ നിന്ന് വേടൻ ആ ഒരു മാനിനെ ഉന്നം വെച്ച് അമ്പ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. മാത്രമല്ല വേറൊരു ദിക്കിൽ നിന്ന് സിംഹം വരികയാണ്. ഈ മാനിനെ ഭക്ഷണമാക്കണമെന്ന് വിചാരിച്ച ഒരു സിംഹം വരുന്നതായിട്ടുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. മറ്റൊരു ദിക്കിലാവട്ടെ നദിയുമാണ്. പക്ഷെ ഇതിനെ ഒന്നും കണക്കിലെടുക്കാതെ ആ മാൻ അവിടെ നിന്ന് പ്രസവിക്കുന്നുണ്ട്. ഒരു മാൻ കുഞ്ഞിന് അത് ജന്മം നൽകുന്നുമുണ്ട്. ഉടനെ തന്നെ കാർമേഘങ്ങൾ ഇരുണ്ടു കൂടിയല്ലോ. അപ്പോൾ നല്ല ശക്തിയോട് കൂടെയുള്ള മഴ പെയ്തു. ആ മഴയിൽ നിന്ന് ആ കാട്ടുതീ അങ്ങനെ കെട്ട് നാശാവുകയാണ്. അതേസമയം ഈ ഇരുണ്ടു കൂടിയ അന്ധകാരത്തിന്റെ ആ ഒരു അന്തരീക്ഷത്തില് നമ്മുടെ വേടന്റെ അമ്പ് ദിശ മാറി പോവുകയാണ്. മാത്രമല്ല ആ അമ്പ് ചെന്ന് കൊള്ളുന്നത് ആ ഒരു സിംഹത്തിന്റെ മേലെയാണ്. അങ്ങനെ ആ വേടൻ പിന്നീട് അതായത് ആ ദൃഷ്ടി കറക്റ്റ് ആവാതെ, അതായത് ആ വിഷൻ കറക്റ്റ് ആവാതെ ആ വേടൻ പിന്നീട് ആ അമ്പ് എവിടേക്കോ എറിഞ്ഞു. അത് മാനിനെ കൊണ്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം മാനിന്റെ ശബ്ദമൊന്നും കേട്ടില്ല. ഈ അമ്പ് കൊണ്ടപ്പോ ഒരു വലിയ സിംഹത്തിന്റെ ശബ്ദം കേട്ടു. അപ്പൊ ആ കാട്ടിനുള്ളിൽ ഒരു സിംഹം ഉണ്ടെന്ന് വേടൻ മനസ്സിലാക്കി. വേടൻ അദ്ദേഹത്തിന്റെ ജീവനും കൊണ്ട് അദ്ദേഹം പാഞ്ഞോടി. മാത്രമല്ല ഈ വേടന്റെ അമ്പ് കൊണ്ട് ആ ഒരു സിംഹം അവിടെ മരണപ്പെടുകയും ചെയ്തു. മാത്രമല്ല അങ്ങനെ നല്ല ഒരു മഴയ്ക്ക് ശേഷം ആ ഒരു മാൻകുഞ്ഞ് അവിടെ ഒരു മാൻ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഇവിടെ എന്താണ് സംഭവിച്ചത്? കുറച്ച് സമയം മുൻപ് വരെ ആ മാനിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം മോശമായിരുന്നു. അതായത് അത് മരണം മുന്നിൽ കണ്ടായിരുന്നു അത് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ആ മാൻ ചെയ്ത വലിയ ഒരു കാര്യമുണ്ട്. അതിന് ചെയ്യാനുള്ള കർമ്മം വളരെയധികം ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും ഈശ്വരാർപ്പണമായിട്ടും ആ കർമ്മത്തെ ഒരു ഭംഗവും വരാതെ വളരെയധികം മനോഹരമായി ഭംഗിയായി നിർവഹിച്ചു. അതിലൂടെ ആ മാനിന്റെ പരിതസ്ഥിതി തന്നെ മാറി മറിഞ്ഞു. അങ്ങനെ അവിടെ ആ ഒരു സിറ്റുവേഷൻ തന്നെ വളരെ അനുകൂലമായി മാറുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ മനുഷ്യരും ചെയ്യേണ്ടത്. നമ്മളിൽ അധിഷ്ഠിതമായ കർമ്മത്തെ സത്യസന്ധതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും നമ്മൾ ചെയ്യാനായി ശ്രമിക്കണം. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരാർപ്പണമായി നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ കർമ്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളിൽ പോലും ആ ബുദ്ധിമുട്ടുകൾ പോലും ഭാവിയിൽ വലിയ വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് മാറും. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലദേ ദുർഭർ മാ തേ സംഗോത്സ്വകർമ്മണി. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 47-ാമത്തെ ശ്ലോകമാണിത്. എന്താണ് ഈ ശ്ലോകം പറയുന്നത്? എല്ലാ സമയവും നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം നമ്മളിൽ അധിഷ്ഠിതമായ കർമ്മം അല്ലെങ്കിൽ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം നമ്മൾ ഒരു മുടക്കവും കൂടാതെ ചെയ്യുക എന്നുള്ളതാണ്. കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു കർമ്മവും ചെയ്യാതെ ഒരു കർമ്മത്തിലും അധിഷ്ഠിതനാവാതെ ഒരു വ്യക്തി പോലും ജീവിക്കരുത് എന്നതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷേ ഈ കർമ്മത്തിന്റെ ഫലം ഒരിക്കലും നമ്മൾ ഇച്ഛിക്കരുത്. ഈ കർമ്മം ഞാൻ ഇത് ചെയ്തു അതുകൊണ്ട് എനിക്ക് ഇത് തരണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് എനിക്ക് ഇത് കിട്ടണം, ഒരിക്കലും നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം എല്ലാ ഫലത്തിനും ഓരോരോ സമയമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഒരു പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞായിരിക്കും, ചിലപ്പോൾ നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ അടുത്ത ജന്മത്തിൽ പോലും ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിരിക്കും. അപ്പോ എന്താണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത്? നിരന്തരം നീ കർമ്മം ചെയ്യൂ, അതിന്റെ ഫലം എങ്ങനെ വേണമെന്നത് ഞാൻ നിശ്ചയിക്കും എന്നതാണ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 47-ാമത്തെ ശ്ലോകം. കർമ്മണ്യേവാധികാരസ്തേ എന്ന് പറയുന്ന ഈ ശ്ലോകം, ഇന്ന് തുടങ്ങുന്ന ഈ ശ്ലോകം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ കർമ്മം നമ്മൾ എങ്ങനെ ചെയ്യണം? വളരെയധികം സത്യസന്ധതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും അർപ്പണമായി
മനോഭാവത്തോടു കൂടിയും വേണം നമ്മൾ ഓരോ കർമ്മത്തെ സമീപിക്കാനും. പക്ഷേ ഇന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്നത് അതാണോ? എല്ലാ വ്യക്തികളും എന്ന് ഞാൻ പറയില്ല, ചില വ്യക്തികൾ അവരവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് പോലും ഓരോ ആത്മാർത്ഥതയും ഇല്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കർമ്മഫലം എങ്ങനെ വേണം എന്നത് ഭഗവാൻ അതും തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കില്ലേ നമ്മുടെ ചുറ്റുമുള്ള കുറേ ദുഷ്ടന്മാരുണ്ട്, പക്ഷെ അവരൊക്കെ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ നമ്മൾ കാണാറുണ്ട്, നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട് അല്ലേ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഓരോ കർമ്മത്തിനും കിട്ടേണ്ട ആ ഒരു ഫലം എന്ന് പറയുന്നത് എപ്പോഴാണെന്നും അതിൻ്റെ സമയം എന്നാണെന്നും ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അവർക്ക് ആ കൃത്യസമയത്ത് അത് ലഭിക്കുകയും ചെയ്യും. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ചരാചരങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നമ്മളിൽ അധിഷ്ഠിതമായ കർമ്മത്തെ ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും അർപ്പണ മനോഭാവത്തോടു കൂടിയും സമീപിക്കുക, അത് നിറവേറ്റുക എന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഈ കഥ, ഈ ഒരു ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും കരുതുന്നു. കൂടുതൽ വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നന്ദി, എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നിങ്ങളുടെ കർമ്മം നന്നായി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.